നമ്മുടെ സനാതന ധർമ്മശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നു, നമ്മൾ ഓരോരുത്തരും ഓരോ ജീവന്മാരാണ് എന്ന്. ഈ ജീവാത്മാക്കൾക്ക് പരമാത്മാവിലേക്കുള്ള പ്രവേശനം, അതാണ് സനാതന ധർമ്മശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്ന നമ്മൾ നേടിയെടുക്കേണ്ട ഉന്നതമായ ലക്ഷ്യം. ശരന്തു ജൈവം പരമേവ ലക്ഷ്യം എന്ന ശ്രീമദ് ഭാഗവതത്തിൽ, പ്രത്യേകിച്ച് 7-ാമത്തെ സ്കന്ധത്തിൽ അവസാനത്തെ അധ്യായത്തിൽ നാരദ ഋഷി തന്നെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സനാതനധർമ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പരമഭാഗവതനായ പരീക്ഷത്ത് ആ രാജഋഷി തൻ്റെ ഉപാസനാമൂർത്തി കൂടിയായ ശ്രീഗുരുവായൂരപ്പൻ്റെ ശ്രീകൃഷ്ണൻ്റെ ഗുണഗണങ്ങൾ കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എന്താണ് പരീക്ഷത്തിൻ്റെ ഏറ്റവും വലിയ കേമത്വം? ജനിച്ച് വീഴുന്നതിന് മുന്നേ തന്നെ, ഗർഭശ്രീമാനായ സന്ദർഭത്തിൽ തന്നെ ഈ ശ്രീഗുരുവായൂരപ്പൻ്റെ സംരക്ഷണം സ്വീകരിക്കാൻ ഉന്നതമായ ഭാഗ്യം കിട്ടിയ ചൈതന്യം. അതേസമയം ഈ ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ പ്രത്യേകത, അദ്ദേഹത്തിനൊരിക്കലും ഗർഭവാസത്തിൻ്റെ പരിമിതിയില്ല എന്ന് തന്നെ. ഈ പരിമിതിയില്ലാത്ത ശ്രീകൃഷ്ണനാണ് തുറന്ന് പരീക്ഷത്തിൻ്റെ അമ്മയുടെ ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ച് അങ്കുഷ്ഠമാത്രമമലം പുരടമൗലീനം എന്നിങ്ങനെ ഒരു തള്ളവിരലിൻ്റെ മാത്രം വലിപ്പത്തിൽ ശോഭിച്ചുകൊണ്ട് ആ ഗർഭസ്ഥിതനായ ചൈതന്യത്തെ സംരക്ഷിച്ചത്. ഫലം എന്തുണ്ടായി? കുഞ്ഞുനാള് മുതൽക്ക് കേട്ടത് എല്ലാം തന്നെ ഈ ശ്രീകൃഷ്ണന്റെ ചരിതങ്ങളാണ്. പ്രത്യേകിച്ച് ഭഗവാന്റെ അധിക സംരക്ഷണം നൽകുന്ന ഭാവത്തെക്കുറിച്ച് എത്ര തവണ കേൾക്കാൻ ഈ പറയുന്ന പരീക്ഷത്തിന് ഭാഗ്യമുണ്ടായി. കുന്തി എന്ന് പറയുന്ന മുത്തശ്ശി മുതൽക്ക്, പാഞ്ചാലി എന്ന് പറയുന്ന മുത്തശ്ശി മുതൽക്ക്, എന്തിന് ഉത്തര എന്ന് പറയുന്ന തൻ്റെ അമ്മ വരെ നീളുന്ന എത്ര അമ്മമാര് പറഞ്ഞുകൊടുത്ത ശ്രീകൃഷ്ണന്റെ അതിസംരക്ഷണ ഭാവമാണ് അന്ന് കേട്ട് വളരാൻ പരീക്ഷത്തിന് ഭാഗ്യമുണ്ടായത്. എന്തേ അമ്മമാര് എന്ന് പറഞ്ഞത്? യുധിഷ്ഠിരനെ കുറിച്ച് എന്തേ പറയാതിരുന്നത്? അർജുനനെ കുറിച്ച് എന്തേ പറയാതിരുന്നത്? കാരണമുണ്ട്. ജീവിതത്തിൽ ശ്രീ ഗുരുവായൂരപ്പന്റെ സംരക്ഷണ ഭാവം അധികം തിരിച്ചറിയുന്നവര് ഇന്നും പുരുഷന്മാരാണോ അതോ അമ്മമാരാണോ? സംശയം ഒട്ടുമില്ലാതെ ഉത്തരം പറയാൻ പറ്റും, അത് അമ്മമാരും മാത്രമാണ് എന്ന്. അതുകൊണ്ടാണ് ഏത് സപ്താഹത്തിൽ ചെന്നാലും ഏത് സത്രത്തിൽ ചെന്നാലും കൂടുതൽ അമ്മമാരെ ശ്രോതാക്കളായി വരുന്നത്. എത്രയൊക്കെ വിദ്യാഭ്യാസ പുരോഗതി നമ്മൾ നേടിയെടുക്കുമ്പോഴും ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ അളവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായാൽ ഒരു കാര്യം ഉറപ്പാവും, ഒരമ്മ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ 10-1 മാനസികമായോ ശാരീരികമായോ ഉള്ള ദുഃഖം ഒരിക്കലും ഒരു പുരുഷൻ സ്വീകരിക്കുന്നില്ല എന്നത് കാണാം. ഇതുകൊണ്ട് മാത്രമാണ് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന സംരക്ഷണ ഭാവത്തെക്കുറിച്ചിട്ടുള്ള അധിക ചിന്ത എല്ലാ കാലത്തും അമ്മമാരിൽ അധികമായിട്ട് കാണുന്നത്. അങ്ങനെ ഈ മുത്തശ്ശിമാര് പറഞ്ഞുകൊടുത്ത കൃഷ്ണന്റെ സംരക്ഷണ ഭാവം കേട്ടു വളർന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് തനിക്ക് ഇനി ഈ ജീവിതത്തിൽ 7 ദിവസം മാത്രമേ ഉള്ളൂ, സപ്താഹം ജീവിതാവധി എന്ന ഭാവം, 7 പകലാണ് ആയുസ്സുള്ളത് എന്ന് ഉണ്ടായപ്പോൾ എത്ര കേമന്മാരായ ഋഷീശ്വരന്മാർ വന്നു ഇല്ലേ? നമ്മളത് ഇവിടെ ഓർത്തിട്ടുണ്ടാവും. ഒരു വിഭാഗം ആൾക്കാർ യാഗം വേണമെന്ന്, മറ്റൊരു വിഭാഗം ആൾക്കാർ യോഗം വേണമെന്ന്. പക്ഷേ അതൊന്നും തന്നെ അല്ല വേണ്ടത് എന്ന് അസന്ദിഗ്ധമായി സ്ഥാപിച്ച് അദ്ദേഹം പറഞ്ഞത് എന്തേ? എനിക്ക് കൃഷ്ണന്റെ കഥകൾ, പ്രത്യേകിച്ച് സംരക്ഷണ ഭാവം അധികം പറയുന്ന കൃഷ്ണന്റെ കഥകൾ നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് തന്നെ. ഇത് കാണിക്കുന്നത് കൃഷ്ണ കഥകളുടെ ഒന്നാന്തരം സംരക്ഷണ ഭാവം എന്താ എന്ന് തന്നെ. ഇങ്ങനെ ഏറെ കൃഷ്ണകഥകൾ കേട്ടുകഴിഞ്ഞ പരീക്ഷിത്ത് മഹാരാജാവ് തുടർന്ന് ഈ 8-ാമത്തെ സ്കന്ധം ആകുമ്പോഴേക്കും
മന്വന്തര കഥകൾ അനേകം അനേകം കേൾക്കണം. സ്വയംഭവ മന്വന്തരത്തിലുണ്ടായ ഭഗവാന്റെ സംരക്ഷണഭാവം അധികം നേടിയെടുത്ത ഭക്തന്മാരുടെ കഥകൾ വിസ്തരിച്ച് ശേഷം അത് പുരോഗമിച്ച് 6ാമത്തെ മന്വന്തരത്തിൽ നടന്ന അമൃതമഥന ലീലകൾ കൂടി കഴിഞ്ഞ് ശേഷം ഭഗവാൻ അദ്ദേഹം എല്ലാ നിലയ്ക്കും തനിക്ക് വേണ്ടി സമർപ്പിച്ച ഒരാളെ സംരക്ഷിച്ച് ത്രിവിക്രമ ഭാവത്തിൽ ശോഭിക്കുന്നതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴാണ് തുടർന്ന് ഈ അധ്യായത്തിൻ്റെ ആദ്യ സന്ദർഭത്തിൽ പരീക്ഷിത്ത് മഹാരാജാവ് ആ കേമനായ ശ്രോതാവ് തന്നോട് കഥ പറയുന്ന ശ്രീശുക ബ്രഹ്മത്തോട് അതിവിശിഷ്ടമായ ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം പറഞ്ഞുകൊണ്ടാണ് ഈ 28ാമത്തെ സ്കന്ധത്തിലെ 24ാമത്തെ അധ്യായം ആരംഭിക്കുക. എന്തുകൊണ്ടാണ് ഭഗവാൻ ശ്രീഹരി, ശ്രീ ഗുരുവായൂരപ്പൻ, ശ്രീകൃഷ്ണൻ മത്സ്യാവതാരം സ്വീകരിക്കാൻ ഇടയായത്? എന്ത് അന്നത്തെ കാലത്ത് മുതൽ ഇന്നത്തെ കാലം വരെ ഭഗവാന് ഏത് സ്വരൂപം സ്വീകരിക്കാനും ഒരു പ്രയാസമില്ല. ജന്മത്തിൻ്റെയോ കർമ്മത്തിൻ്റെയോ ഒരിക്കലും ഒരു പരിമിതിയും ഇല്ലാത്ത ചൈതന്യം എന്തിന് ഇത്രയ്ക്ക് കേമം എന്ന രൂപം കാണുമ്പോൾ തോന്നാത്ത ഈ മത്സ്യത്തിൻ്റെ ആകൃതി സ്വീകരിക്കാൻ ഇടയായി? ഈ ചോദ്യം കേട്ടപ്പോൾ വളരെ രസകരമായിട്ട് തന്നെയാണ് ശ്രീശുകദേവൻ അനുഭവപ്പെട്ടത്. അതെന്ത്? കഴിഞ്ഞ ഏതാനും അധ്യായങ്ങളിൽ വാമന അവതാര ചരിതം വിസ്തരിച്ച ശ്രീശുകദേവൻ വാമനന്റെ പ്രത്യേകത വളരെ ചെറിയ ഭാവത്തിൽ ആവിർഭവിച്ച് എല്ലാ ലോകത്തിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഭാവത്തെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ഭാവമാണല്ലോ ഈ മത്സ്യാവതാരത്തിനുള്ളത്. അദ്ദേഹം അതുകൊണ്ട് ഉത്തരം പറയണു, ഹേ പരീക്ഷിത്തെ, അങ്ങ് ആദ്യം മനസ്സിലാക്കേണ്ടത് ശ്രീ ഗുരുവായൂരപ്പനെ സംബന്ധിച്ചിടത്തോളം ഏത് രൂപം സ്വീകരിക്കുമ്പോഴും അദ്ദേഹത്തിന് സാത്വിക, രാജസ, താമസ ഗുണങ്ങൾക്ക് ഉപരിയായ നിർഗുണഭാവം എന്നുള്ളതിനാൽ ഒരു പ്രയാസവും ഉണ്ടാകുന്നില്ല. ആ രൂപത്തെ അദ്ദേഹം കൂടുതൽ അഭിമാനിച്ച് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കൊന്നുമില്ലാത്ത വിശിഷ്ടമായ ഭാവം ഏത് അവതാരത്തിലും നിശേഷാത്മാവായ ശ്രീ ഗുരുവായൂരപ്പന് മാത്രം പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഫലം എന്തുണ്ടായി? പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ആദ്യത്തെ സംശയം ഇല്ലാതെയായി. രണ്ടാമത്, എന്താവശ്യത്തിനാണ് ഈ മഹാപ്രഭു മത്സ്യാവതാരം സ്വീകരിച്ചത്? അത് പറയുമ്പോഴാണ് കഥാരൂപത്തിൽ ഇത് പറയുന്നു. ദ്രാവിഡ ദേശത്തിലെ രാജാവ് സത്യവ്രതൻ, അന്ന് അദ്ദേഹം രാജർഷിയായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടമെല്ലാം കഴിഞ്ഞ് തൻ്റെ ജീവിതത്തിൽ ശ്രീ ഗുരുവായൂരപ്പനെ മാത്രമാണ് ഉപാസനം ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിവിൽ അദ്ദേഹം ജീവിക്കുന്നു. അന്നൊരിക്കൽ അദ്ദേഹം തർപ്പണത്തിനെടുത്ത ഈ കൈക്കുടന്നയിലെ ജലം, അതിൽ ഒരു ചെറിയ മത്സ്യത്തിൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, പ്രാണിയോട് ചേർന്ന ജലം തർപ്പണത്തിന് നല്ലതല്ലല്ലോ, അദ്ദേഹം ഉപേക്ഷിക്കണം. എന്നാൽ ഈ ജലത്തിലേക്ക് തിരികെ വീണ മത്സ്യത്തിൻ്റെ കുഞ്ഞ് താമസമില്ലാതെ ചോദിച്ചു, മഹാരാജാവേ, അങ്ങ് എന്താ എന്നെ ഉപേക്ഷിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ഉറപ്പായി. എന്ത്? ഈ ചെറിയ ചെറിയ മത്സ്യത്തെ പലപ്പോഴും വലിയ വലിയ മത്സ്യങ്ങൾ വെട്ടി വിഴുങ്ങുക ഈ ഭീതി കൊണ്ടായിരിക്കുമോ ഈ മത്സ്യത്തിൻ്റെ കുഞ്ഞ് തന്നോട് ഈ നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ടാവുക? അതുകൊണ്ട് അദ്ദേഹം മത്സ്യത്തിൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കണു. അദ്ദേഹത്തിൻ്റെ കമണ്ടലുകൾ നിക്ഷേപിക്കലുണ്ടായി. എന്നാൽ ആ രാത്രി കഴിയാൻ മുഴുവനായില്ല. അതിനു മുമ്പ് ആ കമണ്ടലുവിലുണ്ടായിരുന്ന മത്സ്യം അദ്ദേഹത്തോട് ചോദിക്കണു, ഇവിടെ എനിക്കിരിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് എന്ന് തന്നെ. അവസാനം ഈ സത്യവ്രതൻ എന്ന രാജാവ് ആ മത്സ്യത്തെ കമണ്ടലുവിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചപ്പോഴേക്കും ഭാഗവതം പറയണു, ഹസ്തത്രയമവർദ്ധത എന്നത് 3 കയ്യ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ഇന്നിപ്പോൾ നമ്മൾക്ക് ഈ മെട്രിക് അളവുകൾ ഉപയോഗിക്കുന്ന ഒരു കാലം, സെന്റിമീറ്റർ, മീറ്റർ എന്നൊക്കെ പറയുന്ന മെട്രിക് അളവുകൾ. ഇന്ന് ഇതൊന്നും ഉണ്ടാവാതിരുന്ന ഏതാണ്ട് ഒരു 100 വർഷം മുമ്പേ കൂടി ഈ കേരളത്തിലൊക്കെ പ്രചരിച്ചിരുന്ന നീളത്തെ അളക്കാനുള്ള ഒന്നായിട്ടാണ്
അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ടാണ് ഒരു കയ്യ് എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പം എന്തുണ്ടായി? ഹസ്തത്രയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കയ്യ് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മെട്രിക് അളവിലേക്കൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 1.5 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ തെറ്റൊന്നും ഉണ്ടാവില്ല, അത്രയ്ക്ക് അത് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. സത്യവദൻ എന്ന രാജർഷിക്ക് അത്ഭുതം. അതെന്ത്? ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ മത്സ്യത്തിൻ്റെ കുഞ്ഞ് ഇത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടി ചുരുങ്ങിക്കിടന്നത്? അവസാനം വലിയ വലിയ പാത്രത്തിലേക്ക്, അവിടെയും സ്ഥലമില്ല എന്നും പറഞ്ഞ് വലിയ വലിയ ജലാശയങ്ങളിലേക്ക് താമസമില്ലാതെ അദ്ദേഹത്തിന് ഈ മത്സ്യത്തിൻ്റെ കുഞ്ഞിനെ സമുദ്രത്തിലേക്ക് പോലും മാറ്റാതെ വയ്യ എന്നായി. മത്സ്യത്തിൻ്റെ കുഞ്ഞ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ ഭാഗവതത്തിൽ പറയാത്ത ആശയങ്ങൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ ഭാഗവതം സബരീയ ആയി ജീവിച്ച അനേകം പ്രാതസ്മരണീയരായ ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ വാഴകുന്നം പരമ്പരയിൽ വരുന്ന ആചാര്യന്മാര് അവർ പറയണു, ഇന്ന് ഈ മത്സ്യാവതാരം ഉണ്ടായത് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് ഈ നെയ്യാറ്റിൻകരയിലാണ് എന്ന് ഭാഗവതത്തിൽ എവിടെയും പറയണില്ല എന്ന് ആദ്യമേ തന്നെ പറയുകയാണ്. പക്ഷെ നെയ്യാറ്റിൻകരയിൽ ചെന്നാൽ എന്തുണ്ട്? ഇവിടെയാണ് മത്സ്യാവതാരം ഉണ്ടായത് എന്നിങ്ങനെ പറയുന്ന ഐതിഹ്യങ്ങളൊക്കെ ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആചാര്യന്മാർ പറയുന്നത് ഈ വേമ്പനാട്ട് കായൽ, അതാണല്ലോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധ ജല തടാകം, ഇതിൽ കൊള്ളാത്ത മത്സ്യരൂപിയാണത്രേ അന്ന് അദ്ദേഹം സത്യവ്രതൻ യോഗപ്രഭാവാൽ ഭവദജ്ഞയൈവ നീതസ്തതസ്തുവം മുനിനാപയോധിം. മേൽപ്പത്തൂര് നാരായണീയത്തിൽ പറയണു, ഉണ്ണിയായ ഭഗവാനോട് തന്നെ മുന്നിൽ അങ്ങനെ ശോഭിക്കുന്ന ആ 3 വയസ്സ് ഭാവത്തിൽ ഉള്ള ശ്രീഗുരുവാപ്പയോട് പറയുന്നത്, ഗുരുവായൂരപ്പ, ആ യോഗത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് ഈ കായലിൽ പോലും കൊള്ളാത്ത മത്സ്യത്തെ അന്ന് സാഗരത്തിലേക്ക് അദ്ദേഹം മാറ്റിയത് എന്ന്. ഏത് യോഗം? അഷ്ടാംഗയോഗത്തിൻ്റെ പ്രഭാവമെന്നൊന്നും ധരിക്കരുത് എന്നാണ് ആചാര്യന്മാരുടെ സങ്കല്പം. പിന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? ഭക്തിയോഗ പ്രഭാവാൽ, ഭക്തിയോഗത്തിൻ്റെ പ്രഭാവം. അതുകൊണ്ട് ആ വലിയ മത്സ്യത്തിൻ്റെ ചിറകിലെങ്ങാണ്ട് തൊട്ടുകൊണ്ട് ഈ രാജഋഷിയെ സത്യവ്രതൻ പറയണു, എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നേക്കൂ എന്ന് തന്നെ. വളരെ മനോഹരമായ ഒരു ഭാവം. ഇത് മനസ്സിൽ കാണാൻ സാധിച്ചാൽ നമുക്കുണ്ടാവും. ഏതുപോലെയെങ്കിൽ വളരെയധികം തൻ്റെ ഇടമുള്ള അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടിട്ടുണ്ട് എങ്കിൽ ആ കുഞ്ഞ് അച്ഛൻ്റെ പിന്നാലെ പോകുന്ന അതേ ഭാവത്തിലാണ് ഈ സത്യവ്രതൻ എന്ന രാജർഷിയുടെ പിന്നാലെ ഈ മത്സ്യരൂപി ഭഗവാൻ നാരായണൻ അന്ന് ഉഴച്ചങ്ങ് ചെല്ലുന്നത്. ആ സമുദ്രത്തിലേക്ക് അദ്ദേഹം മാറ്റി പറയണു, ഇനി അങ്ങേക്ക് സ്ഥലം കുറഞ്ഞു എന്ന പരിമിതി വേണ്ട എന്നാണ്. അപ്പോഴും ചോദിച്ചു മത്സ്യരൂപി, എന്താ മഹാരാജാവേ അങ്ങ് എന്നെ ഉപേക്ഷിക്കുന്നത്? ആ നിമിഷത്തിലാണ് സത്യവ്രതന് തോന്നലുണ്ടായി. അതെന്ത്? ഏത് കാലം മുതൽക്കാണ് ഈ മത്സ്യങ്ങൾ ശുദ്ധ മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങിയത്? നമ്മുടെ മലയാളത്തിലാണ് ഈ പറയുന്ന മത്സ്യാവതാരം ഉണ്ടായത് എങ്കിൽ മലയാളത്തിൽ സംസാരിച്ചു എന്നാണല്ലോ നമ്മൾ സങ്കല്പിക്കേണ്ടത്. ആ നിലയ്ക്ക് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം ചോദിച്ചു. ആ സന്ദർഭത്തിൽ മറ്റൊന്ന് ചിന്തിച്ചു സത്യവ്രതൻ. അദ്ദേഹം പറയണു, അങ്ങ് നാരായണനാണോ? ആണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. സ്തുതിക്കാൻ തയ്യാറായി എന്ന് രാജർഷി. അദ്ദേഹം മത്സ്യരൂപി പറയണു, ഇപ്പോഴല്ല അങ്ങനെ സ്തുതിക്കേണ്ടത്. 7 നാൾ കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ പ്രളയമുണ്ടാവും. അന്ന് ഈ 7 നാൾ കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ശേഖരിക്കാവുന്ന എല്ലാ ബീജങ്ങളും അങ്ങ് എനിക്ക് വേണ്ടി ശേഖരിക്കൂ. അന്ന് ആ പ്രളയജലത്തിൽ നൗക അഥവാ തോണി വരുന്നത് കാണാൻ പറ്റും. അതിൽ സപ്തർഷികൾ ഉണ്ടാവും. അതിലേക്ക് അങ്ങേക്ക് പ്രവേശിക്കാം. ആ കൂട്ടത്തിൽ അങ്ങ് ശേഖരിച്ച എല്ലാ ബീജങ്ങളും അങ്ങേക്ക് അതിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യാം. അത് പറഞ്ഞ് മഹാപ്രഭു അവിടെ നിന്ന് അന്തർധാനം ചെയ്യുന്നു. ആ അന്തർധാനം ചെയ്യാൻ ശ്രമിക്കുന്ന ആ മത്സ്യമൂർത്തിയെ ഈ രാജർഷി വളരെ ഭക്തി ആദരപൂർവ്വം നമസ്കരിക്കുന്നു. അതാണ് നമസ്തേ പുരുഷശ്രേഷ്ഠ ചിത്യുൽപത്യപ്യേശ്വര. അങ്ങേക്ക് എല്ലാവിധ നമസ്കാരങ്ങളും ഞങ്ങൾ അറിയിക്കട്ടെ. എന്താണ് ഇന്ന് അങ്ങ് ഈ യുള്ളവനിൽ ഉണ്ടാക്കേണ്ടത്? അതാണ് സർവേ ലീലാവതാരാസ്തേ ഭൂതാനാം ഭൂതിഹേതവ ജ്ഞാതുമിച്ഛാമ്യതോ രൂപം യദർത്ഥം ഭവതാധൃതം.
ഇന്നങ്ങ് എന്താവശ്യത്തിനാണ് ഈ മത്സ്യത്തിൻ്റെ രൂപത്തെ സ്വീകരിച്ചത് എന്ന് എനിക്കൊന്ന് അനുഭവിപ്പിക്കാൻ കാരുണ്യം കാണിക്കണം. വളരെ വാത്സല്യത്തോടു കൂടി തന്നെയാണ് അന്ന് നാരായണൻ ഉത്തരം പറഞ്ഞത്. തുടർന്ന് 7ാമത്തെ നാള് പ്രളയം ഉണ്ടാവുന്നു. ഈ പ്രളയത്തെക്കുറിച്ച് ഭക്തന്മാർക്ക് തമ്മിൽ വലിയ വലിയ ആശയ വ്യത്യാസമുണ്ട്. ഒരു വിഭാഗം ആചാര്യന്മാര് നൈമിത്തിക പ്രളയം എന്ന് പറയും, മറ്റൊരു വിഭാഗം ആചാര്യന്മാര് വലിയ പ്രളയം എന്ന് പറയുമെങ്കിൽ നമുക്കിപ്പോൾ എളുപ്പം പറഞ്ഞാൽ പ്രളയം എന്ന് മാത്രം സ്വീകരിക്കുന്നതാ നല്ലത്. അന്ന് ആ സപ്തർഷികൾ കയറിയ തോണി വരുന്നത് കാണുന്നു. ആ സന്ദർഭത്തിൽ അതിലേക്ക് പ്രവേശിച്ച സത്യവ്രതൻ ശേഖരിച്ച ബീജങ്ങളെല്ലാം മാറ്റിവെക്കുന്നുണ്ട്. അന്നാവട്ടെ ആ വലിയ പ്രളയം, അതിലുണ്ടായിട്ടുള്ള ജലത്തിൻ്റെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആ വലിയ ഒഴുക്ക്, അതിൽപ്പെട്ട് ഈ തോണി വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ചലാടുന്നു. എങ്കിൽ ആരാണ് ഈ തോണി? മേൽപ്പത്തൂർ ഇവിടെ പറയും, ധരാം ത്വദാദേശകരീമവാപ്പദാം നൗരൂപിണീമാരുരുഹുസ്തദാതേ. അന്ന് ഈ ഭഗവാന്റെ തന്നെ ആവശ്യത്തിന് ഈ ഭൂമിയാണത്രേ ഒരു നൗക, ഒരു തോണിയുടെ ഭാവത്തിൽ ആവിർഭവിച്ചത്. അങ്ങനെ ആ തോണിയാകുന്ന ഈ ഭൂമി ആ പ്രളയജലത്തിൽപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നശിക്കും എന്നാകുന്ന സന്ദർഭത്തിലാണ് ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജന, അനേകം യോജന വിസ്താരത്തിൽ ശോഭിക്കുന്ന ആ സ്വർണ്ണ മത്സ്യത്തിൻ്റെ ഭാവത്തെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ആവിർഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉയർന്നു വന്ന കുമ്പിൽ ഇതേ ഭഗവാൻ തന്നെ ഇതിനു മുമ്പ് സത്യവ്രതനോട് പറഞ്ഞു കൊടുത്തതുപോലെ വാസുകിയെ കയറാക്കി ഉപയോഗിച്ച് ഈ ഭൂമിയാകുന്ന തോണിയെ ബന്ധിക്കുന്നു. എന്നാൽ ഭഗവാന്റെ സംരക്ഷണ ഭാവം വളരെ വലുതാണ്. അതെന്ത്? തൻ്റെ സഹധർമ്മിണി കൂടിയായ ഭൂമിയെ ആ പ്രളയജലത്തിലും തന്നോടൊപ്പം ചേർത്ത് നിർത്തി ലാളിക്കാനാണ് ഇന്ന് മത്സ്യമൂർത്തി സമയം കണ്ടെത്തുന്നത്. അങ്ങനെ മത്സ്യമൂർത്തിയെ അനുഭവിക്കാൻ ഭാഗ്യണ്ടായ സത്യവ്രതൻ അദ്ദേഹത്തോട് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതാണ് ഭാഗവതത്തിലെ അതിപ്രസിദ്ധമായ പ്രാർത്ഥന. 8 ശ്ലോകത്തിൽ പറയുന്നു. എന്നാൽ അതിൻ്റെ പ്രത്യേകത, എല്ലാ കാലത്തും നമുക്ക് ശ്രീഗുരുവായൂരപ്പനെ ഗുരുവായിട്ട് സ്വീകരിക്കാൻ സാധിച്ചാൽ അദ്ദേഹത്തോട് നമ്മൾ എന്തൊന്നാ പ്രാർത്ഥിക്കേണ്ടത്? അതാണ് ഈ 8 ശ്ലോകത്തിലും കാണുക. എങ്കിൽ അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? അനാദ്യ വിദ്യോപഹതാത്മസംവിദത്തന്മൂല സംസാര പരിശ്രമാതുരാഹ യദച്ഛേയോപസൃതായ മാപുനുയു വിമുക്തോ ന പരമോ ഗുരുർഭവാൻ. ഇന്ന് നമ്മളുടെ ചിന്തയുടെ പരിമിതിയാണ് ആദ്യ ശ്ലോകത്തിൽ രാജർഷി സത്യവ്രതൻ നമുക്ക് വേണ്ടി പറയുന്നത്. എന്ത്? നമ്മളിപ്പോൾ ഇന്ന് ആരാണ് എന്നാ മനസ്സിലാക്കിയിട്ടുള്ളത്. ആദ്യ സന്ദർഭത്തിൽ ഇന്നയാളുടെ മകൻ, അതുപോലെ തന്നെ കുറച്ചുകൂടി ആയിക്കഴിഞ്ഞാൽ ഇന്നയാളുടെ ഇന്ന ജോലിയുള്ള ഒരാൾ, ആ കൂട്ടത്തിൽ അനേകം വിദ്യാഭ്യാസ യോഗ്യത നേടിയെടുത്ത ആള്. അങ്ങനെ വീണ്ടും കഴിഞ്ഞാലോ, ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ കണ്ണാടിക്ക് മുന്നിൽ നിന്നാൽ കാണുന്ന ഈ ശരീരമാണ് ഞാൻ എന്ന് തന്നെയാണ് ഒട്ടുമിക്ക ജനങ്ങളും ഇന്ന് ചിന്തിക്കുന്നത്. അല്ല എന്ന് പറയാനാവില്ല. എന്ത്? ഞാൻ തന്നെയല്ലേ? അല്ലാന്ന് എങ്ങനെ നമ്മളെങ്ങനെ മനസ്സിലാക്കും? ഇത് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? അതാണ് ഏതോ കാലത്ത് നമ്മളിൽ പ്രവേശിച്ച ആ അവിദ്യ, അതാണ് ഇന്ന് ജീവാത്മാക്കളായ നമുക്ക് ഈ പരമാത്മസ്വരൂപത്തെ തടസ്സം ചെയ്തുകൊണ്ട് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് രക്ഷ നേടാൻ മഹാപ്രഭു അങ്ങ് ശ്രീഗുരുവായൂരപ്പ എന്നിലേക്ക് തികച്ചും ഒരു ഗുരുവായിട്ട് പ്രവേശിക്കണമേ. ഇതാണ് പ്രാർത്ഥന. ഇതിൻ്റെ ആവശ്യകത എന്താ? ഇത് വളരെ ആവശ്യം. കാരണമുണ്ട്. നമ്മളൊക്കെ ഇന്ന് തിരിച്ചറിയണു, നമ്മുടെ കുടുംബാംഗങ്ങൾ പലരും മരിച്ചു പോകുന്നത്. അപ്പോഴൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. എന്ത്? ഞാൻ മരിക്കുമെന്ന ചിന്തകൊന്നും നമുക്ക് ഒട്ടില്ല കേട്ടോ. അപ്പം ഞാനെന്ന് വെച്ചാൽ എന്താ? ഞാനെന്ന് വെച്ചാൽ ഞാൻ മരിക്കുമെന്ന് ചിന്തിക്കുന്നവൻ ഈ ശരീരമാണ് എന്ന ചിന്ത കൊണ്ട് തന്നെയാണ് ഇതെല്ലാം പറഞ്ഞത്, പ്രവർത്തിച്ചത്, പ്രവർത്തിപ്പിച്ചത്, ഇല്ലേ?
എങ്കിൽ ഇതാണോ ഞാൻ? ഇതിന് ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിന് മുന്നത്തെ ഉപദേശത്തിൽ, ആ കപിലോപദേശത്തിൽ. ഞാനെന്ന് വെച്ചാൽ പൂരുഷ പഞ്ചവിംശ 25ാമത്തെ തത്വം ശ്രീ വാസുദേവകല. അതാണ് ഈ ഞാനെന്ന് നമുക്ക് ബോധ്യമായാൽ പിന്നെ പരമാത്മാവിൽ നിന്ന് വ്യത്യസ്തനല്ല ജീവാത്മാവ് എന്ന അനുഭൂതി തലത്തിലേക്ക് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് പ്രവേശനം നേടിയെടുക്കാനാവും. എന്നാൽ ഇന്ന് എന്തുകൊണ്ടാകുന്നില്ല? ഇതിന് കാരണം ശ്രീ ഗുരുവായൂരപ്പ അങ്ങ് ഞങ്ങളിലേക്ക് ഗുരുവായിട്ട് പ്രവേശിച്ച് ഇത് ഞങ്ങൾക്ക് അനുഭവിപ്പിച്ചില്ല എന്നതിനാൽ വീണ്ടും വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ, അങ്ങ് ഞങ്ങളിലേക്ക് ഈ നിലയ്ക്ക് പ്രവേശിക്കണമേ. തുടർന്ന് മഹാപ്രഭുവിൻ്റെ കാരുണ്യത്തെ ഓർത്തുകൊണ്ട് നമ്മളുടെ ചിന്തയുടെ പരിമിതി നമുക്ക് വേണ്ടി സത്യവ്രതൻ വീണ്ടും പറയുന്നു. അതാണ് ജനോബുധോയം നിജകർമ്മ ബന്ധന സുഖേച്ഛയാ കർമ്മ സമീഹത്തെ സുഖം യൽ സേവയാ താം വിധുനോത്യസന്മതിം ഗ്രന്ഥിം സഭിന്ദ്യാധൃദയം സനോ ഗുരു. സാധാരണ ജനങ്ങൾ വേണ്ടതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ഒട്ടും തന്നെ ശ്രമിക്കാത്തവര്, അവരാവട്ടെ ഇന്ന് സുഖം ഉണ്ടാവണം എന്നും പറഞ്ഞ് അനേകം ലൗകികങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതാവട്ടെ ലൗകികങ്ങൾ അല്ലാതെയും ചെയ്യുന്നവരുണ്ട്, വേദത്തിൽ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ സുഖേച്ഛയ ഇതൊക്കെയും തന്നെ സുഖം ഉണ്ടാക്കിത്തരും എന്ന സങ്കല്പത്തിൽ ചെയ്യപ്പെടുന്ന ഒരു പ്രവർത്തനവും ആത്യന്തികമായ സുഖം നമുക്കുണ്ടാക്കി തരുന്നില്ല. എന്താ കാരണം? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ശരീരമാണ് എന്ന തെറ്റായ ധാരണയിൽ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഉണ്ടാക്കിയതാ. ഇപ്പം ഞാൻ എന്തല്ല, ഞാൻ ശരീരമല്ല എന്ന ബോധം, മറിച്ച് ജീവാത്മാവാണ് എന്ന ബോധം ഉണ്ട് എങ്കിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെയല്ല നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ എന്തില്ല, ഇന്ന് ഇത്രയും സമയം വരെ നമുക്ക് ഈ പ്രവർത്തനം ചെയ്യുമ്പോഴെല്ലാം ഈ ചിന്തയിൽ നിന്ന് പൂർണ്ണമായിട്ട് മറുകര പറ്റാനായിട്ടില്ല. അതിനാൽ നമ്മളൊക്കെയും തന്നെ അവനവൻ്റെ ശരീരത്തെ പോഷണം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എല്ലാ കാലത്തും അധികം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏത് രീതിയിലാണ് അങ്ങ് ഞങ്ങളിലേക്ക് പ്രവേശിച്ച് ഈ ജീവാത്മാവിനോട് വാത്സല്യത്തോടുകൂടി പെരുമാറേണ്ടത്? അത് 3-ാമത്തെ ശ്ലോകത്തിൽ വളരെ മനോഹരമായ ഒരു ഉദാഹരണം വഴി ഇവിടെ സത്യവ്രതൻ മത്സ്യരൂപിയോട് അപേക്ഷിക്കുന്നു. അതാണ് എൽ സേവയാഗ്നേരിവരുദ്രരോദനം പുമാൻ വിജഹ്യാൻ മലമാത്മനസ്തമ ഭജേതവർണം നിജമേഷ സോവ്യയോ ഭൂയാൽ സ ഈശ പരമോ ഗുരോർഗുരു. പണ്ട് കാലത്ത്, ഈ കാലത്തായാലും ഈ സ്വർണം അതുപോലെ വെള്ളി മുതലായ ആ ലോഹങ്ങൾ അത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കുന്നത് കാണാം. അതേസമയം അതിൽ ചൂടാക്കുന്നതിന് മുന്നേ നമ്മൾ കഴുകിയാൽ എത്രയ്ക്ക് അതിലത്തെ അഴുക്ക് പോവും. കഴുകിയാൽ പുറമേയുള്ള അഴുക്കൊക്കെ പോയിന്ന് വരും ഇല്ലേ? അതേസമയം നമ്മൾ ആഭരണശാലയിൽ ചെന്ന് ഇന്ന് നമ്മൾ ഉപയോഗിച്ച ആഭരണം മാറ്റി മറ്റൊന്ന് സ്വീകരിക്കണമെന്നാണെങ്കിൽ അവരെന്താ ചെയ്യുക? ഇതിൽ എത്രമാത്രം ചെളിയുണ്ട് എന്നൊന്ന് നോക്കിയിട്ട് അതിൻ്റെ സ്വർണത്തിൻ്റെ തീരുമാനിക്കാം. എന്താ ഇന്നത്തെ രീതി പറഞ്ഞ ഈ ഹാൾമാർക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ അതെൻ്റെ വീട് വരില്ലേ? അതൊക്കെ ചെയ്യും. ഇതെന്താ കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് അഗ്നിയിൽ ആ നിലയ്ക്ക് ശുദ്ധീകരിച്ചു സ്വർണം എന്നുള്ളതിനാൽ അതിൽ നിന്ന് അഴുക്ക് അഥവാ ചെളി മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ഈ ജീവന്മാരായ നമ്മൾ അനേകം ജന്മങ്ങളായി ആർജിച്ച കർമ്മവാസന എന്ന ഈ ചെളിയുണ്ടല്ലോ, അഥവാ ചെളിയുടെ ഈ കൂമ്പാരുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മളെ മാറ്റിയെടുക്കാൻ ശ്രീഗുരുവായൂരപ്പൻ്റെ ഭജനവിധികൾക്ക് മാത്രമാണ് ആത്യന്തികമായി കഴിവുള്ളത്. അതുകൊണ്ട് മഹാപ്രഭോ, അങ്ങയെ ഭജിക്കാൻ, അങ്ങയ്ക്ക് സന്തോഷമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നിരന്തരം ചെയ്യാൻ
ഞങ്ങളിലേക്ക് അങ്ങ് ഗുരുവായിട്ട് പ്രവേശിച്ച് ഗുരുവും ഗുരുക്കന്മാരുടെ കൂടി ഗുരുവായ അങ്ങ് ഞങ്ങളോട് വാത്സല്യത്തോടു കൂടി പെരുമാറണമേ. ഇതാണ് ഈ വായിച്ച ശ്ലോകത്തിൻ്റെ ഒരു സാമാന്യമായ അർത്ഥം. അതേസമയം ഇതിൻ്റെ ആന്തരികമായ അർത്ഥം അത് വളരെ 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 വലുത് തന്നെയാണ്. നമ്മൾക്ക് വീണ്ടും ആ സ്വർണത്തിൻ്റെ കഥ ഉദാഹരിച്ചാൽ, അതിൽ വന്നു ചേർന്നിട്ടുള്ള അഴുക്ക് അഗ്നിയിലിട്ട് തപിപ്പിച്ചാണ് അതിൽ നിന്ന് മാറ്റിയത് എന്നതുപോലെ അനേകം 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 ജന്മങ്ങളിൽ കൂടെ കടന്നു വന്ന ഈ ജീവന് ആ ഓരോ ജന്മത്തിലും ചെയ്യാൻ നിർബന്ധിതമായ കർമ്മങ്ങൾ, ഏത് കർമ്മം ചെയ്താലും അതിൽ നിന്ന് ഒഴിവാക്കാനാവാത്ത വരുന്ന ഒന്നാണ് അത് വീണ്ടും ചെയ്യാൻ ഒരവസരം ഉണ്ടായാൽ അത് ചെയ്യുക എന്നത്. അത് എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊക്കെ അനേകം അനേകം പേര് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാമം ജപിക്കുന്നുണ്ട്. നാരായണ എന്ന്, അല്ലെങ്കിൽ രാമരാമ എന്ന്, അല്ലെങ്കിൽ നമശിവായ എന്നത്, അല്ലെങ്കിൽ സ്വാമീശ്വരനം എന്നതൊക്കെ ഇല്ലേ? അതേസമയം ഇത് ജപിക്കാൻ നമ്മൾ തയ്യാറായിട്ട് വരുമ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ വാത്സല്യം കൂടി ഉണ്ടായെങ്കിൽ എന്തായി? നമ്മൾ ജപിക്കും. അതല്ലാത്ത സന്ദർഭത്തിൽ ജപിക്കാൻ സാധിക്കുന്നുണ്ടോ? അതെപ്പോഴുണ്ടാവുക ചോദിച്ചാൽ, സംഘടിതമായ നാമകീർത്തനം നടക്കുന്ന അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമ്മളിൽ ഇതുവരെ നാമം ജപിച്ചതിൻ്റെ ആ കർമ്മം ചെയ്തതിൻ്റെ വാസന നാം അറിയാതെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ചെയ്യും. അപ്പം എന്തുണ്ടാവും? നമ്മൾ നാമം ജപിക്കും. ഇത് അധികം കാണുന്നൊരു സന്ദർഭം സത്യം പറഞ്ഞാൽ സ്വാമിയുടെ ശബരിമലയ്ക്ക് പോകുമ്പോൾ തന്നെ പമ്പാ ഗണപതിയെല്ലാം തൊഴുത് വീണ്ടും സ്വാമീശനം എന്നെല്ലാം വിളിച്ച് നമ്മൾ ഒരുമിച്ച് നടക്കണം. പക്ഷെ എന്തുണ്ട്, നമ്മളും ലൗകികന്മാര് കുറച്ച് നടന്നാൽ എന്തുണ്ടാവും? പെരിയസ്വാമി പറയും, ഇനിയും കൂടുതൽ കൂടുതൽ ശക്തിയായിട്ട് സ്വാമി കീർത്തനം ശരണം വിളിക്കണം. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യും. പക്ഷെ പറയാതെ നമ്മൾ ചെയ്യാറുണ്ടോ? അതെപ്പോഴാണ് ഉണ്ടാവുന്നത്? നമ്മൾ വളരെ പതുക്കെ പതുക്കെ സ്വാമിയേ ശരണം സ്വാമിയേ ശരണം എന്ന് പറയുന്ന കൂട്ടത്തിൽ തൊട്ട് അങ്ങേപ്പുറത്ത് കൂടി വലിയ ശബ്ദത്തിൽ ഒരു വലിയ സംഘം ഭക്തന്മാരെ സ്വാമിയേ ശരണം അങ്ങോട്ട് പറഞ്ഞാൽ നമ്മളും അറിയാതെ തന്നെ അത്യുച്ചത്തിൽ സ്വാമിക്ക് ശരണം വിളിക്കുന്നില്ലേ? ഇത് ആ കർമ്മവാസനയ്ക്കുള്ള ഒരു ചെറിയ ഉദാഹരണം മാത്രം. ഇത് നല്ല വാസന, ഇതേപോലെ തന്നെ ഇതിൻ്റെ വിപരീതമായ വാസന അതും നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അതെപ്പോഴുണ്ടാവുക? ഒരാളെ പരിഹസിച്ച് ചിരിക്കുന്നത് നമ്മൾ ഒരിക്കലും അങ്ങോട്ട് ചെയ്താൽ, ഒരിക്കലേ ചെയ്യണ്ടു, എന്തുണ്ടായി? സമാനമായ അന്തരീക്ഷം വീണ്ടും നമ്മളിൽ ഉണ്ടായാൽ നമ്മൾ പരിഹസിക്കുമെന്നത് വ്യക്തത. അതിൽ ഇന്നേ ഒരു മാറ്റം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഫലം എന്തുണ്ടായി? ഇത് അദ്ദേഹത്തെ ഇല്ലാതെയാക്കുന്നതിന് തുല്യം. ഇതുകൊണ്ടാണ് തേജോവധം എന്നൊരു വാക്ക് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പരിഹസിക്കുന്നത് വധിക്കുന്നതിന് തുല്യം. അപ്പൊ എന്തായി? ഈ പറയുന്ന കർമ്മവാസന വീണ്ടും 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 കർമ്മം ചെയ്യാതെ വയ്യ എന്ന ഈ ജീവനിൽ നിന്ന് മാറ്റപ്പെടണമെങ്കിൽ എന്തു വേണം? അതിന് ഭജനാംഗങ്ങളായ വേദത്തിൽ പറയുന്ന പ്രവർത്തനങ്ങൾ, യാഗാദി കർമ്മങ്ങൾ ഒന്നും തന്നെ പോരാ. പിന്നെന്തു വേണം? അതിന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാമം ജപിക്കാൻ സാധിക്കുക തന്നെ വേണം. ഇതുകൊണ്ടാണ് ഇത് തുടങ്ങുന്ന സന്ദർഭത്തിൽ നാമം ജപിക്കുക ഒരുമിച്ച് പറഞ്ഞത്. എല്ലാ ശ്രോതാക്കളും എല്ലാവിധ ഭാഗവതോപാസകന്മാരും ഒരുമിച്ച് നാമം ജപിച്ചത് ഒറ്റ ഉദ്ദേശത്ത് തന്നെയാണ്. അതെന്ത്? നമ്മളിൽ ശ്രീ ഗുരുവായൂരപ്പനെ നേടിയെടുക്കുന്നതിന് എന്തെല്ലാം എന്തെല്ലാം തടസ്സങ്ങൾ ഇന്ന് ഉണ്ടോ അത് ഇല്ലാതെയാക്കാൻ ഹരയേ നമ ഇത്യുച്ചയർമുച്യതേ സർവപാദകാൽ ശ്രീമദ് ഭാഗവതത്തിന്റെ മുഴുവൻ മഹാത്മ്യമായിട്ട് സൂത പൗരാണികൻ ഇനി പറയുന്നത് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. അഥവാ ഇതിനു മുന്നേ അനേകം അനേകം സപ്താഹങ്ങൾ പങ്കെടുത്തവർക്ക് ഇതൊന്ന് അനുഭവമാകുകയും ചെയ്തിട്ടുണ്ടാവും. ഇതുകൊണ്ട് വീണ്ടും വീണ്ടും സത്യവ്രതൻ പറയുന്നു, ഞങ്ങളിലേക്ക് മഹാപ്രഭു അങ്ങ് ഇന്ന് ഗുരുക്കന്മാരുടെ ഗുരുവായി ശോഭിക്കുന്ന മഹാപ്രഭു ഞങ്ങളിലേക്ക് വളരെ വാത്സല്യത്തോടുകൂടി ഗുരുസ്ഥാനീയനായിട്ട് അങ്ങ് പ്രവേശിച്ച് എല്ലാ സന്ദർഭത്തിലും അങ്ങയ്ക്ക് സന്തോഷമുണ്ടാക്കുന്ന നാമം ജപിക്കാനുള്ള പ്രവർത്തനത്തെ അനുഷ്ഠിക്കാൻ കാരുണ്യം കാണിക്കണം എന്ന് തന്നെയാണ്. അപ്പൊ ഈ നാമം ജപിക്കല് അത് ഉപമിക്കാനാവാത്ത
ശ്രീഗുരുവായൂരപ്പൻ്റെ വാത്സല്യം നേടിത്തടുന്ന അത്യത്ഭുതമായ പ്രവർത്തനമാണ്. പ്രത്യേകിച്ച് ഈ കലികാലത്ത് കലൗ തദ് ഹരികീർത്തനാൽ എന്ന് ശ്രീമദ് ഭാഗവതം പറയുകയും ചെയ്യും. ഹരികീർത്തനങ്ങൾക്കാണ്, നാമസങ്കീർത്തനങ്ങൾക്കാണ് ഈ കലികാലത്ത് ശ്രീമദ് ഭാഗവതം അധികം പ്രാമാണ്യം പറഞ്ഞു വെച്ചത്. എന്തുകൊണ്ട്? അത് നമ്മൾ മനസ്സിലാക്കണം. അതെന്താ? മറ്റ് ഏത് പ്രവർത്തനവും ചെയ്യുമ്പോൾ അതിൻ്റേതായ ചിട്ടയോടുകൂടിയ അനുഷ്ഠാനത്തോടുകൂടിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ആ പരിമിതി ഉണ്ടായി എന്ന് വരാം. എന്നാലോ നാമം ജപിക്കുന്ന സന്ദർഭത്തിൽ തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാഗവതഹംസം മള്ളിയൂര് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ രണ്ടുപേരും പറഞ്ഞത്? നാമത്തെ അശുദ്ധമാക്കാൻ ഒരാളെ കൊണ്ടും പറ്റില്ല എന്ന്. അതുകൊണ്ട് അവനവന്റെ നാവിൻ്റെ തുമ്പിൽ ഏത് നാമമാണോ ശ്രീഗുരുവായൂരപ്പൻ എത്തിക്കുന്നത് അത് ഉപാസന ചെയ്തുകൊണ്ട് ആ ഈശ്വരഭാവത്തെ സന്തോഷിപ്പിക്കൂ. അപ്പോൾ എന്തുണ്ടാവും? ഭഗവാൻ നമ്മളിലേക്ക് വളരെ വാത്സല്യത്തോട് പ്രവേശിക്കുകയും ചെയ്യും. പരമാത്മാവായ ശ്രീഗുരുവായൂരപ്പൻ്റെ ഒരു കാരണവും ഇല്ലാത്ത വാത്സല്യം ജീവാത്മാവിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. എന്താ നമ്മൾ ലക്ഷ്യം? ശരന്തുജീവം പരമേവ ലക്ഷ്യം. ജീവാത്മാക്കളായ നമ്മുടെ ലക്ഷ്യം പരമാത്മാവിനെ സാധൂകരിക്കലാണ്. അതിന് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ പരമാത്മാവായ കൃഷ്ണനിൽ കൂടുതൽ സന്തോഷമുണ്ടാക്കുന്നതായിട്ട് മാറുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ ഈ ശ്രീഗുരുവായൂരപ്പൻ്റെ സന്തോഷത്തിൻ്റെ ഗാംഭീര്യം അതെന്താ? അത് വളരെ വലുത്. എന്ത്? അതാണ് അടുത്ത ശ്ലോകത്തിൽ രാജർഷി സത്യവ്രതൻ പറയുന്നു, മഹാപ്രഭോ ഇന്ന് നയൽ പ്രസാദായുധ ഭാഗലേശ മന്യേ ച ദേവാ ഗുരവോ ജനാ സ്വയം കർത്തും സമേതാ പ്രഭവന്തി പുംസ തമീശ്വരം ത്വാം ശരണം പ്രപദ്യേ. ഇന്ന് ശ്രീഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്തെ മറ്റ് ഏതൊരു ഈശ്വരഭാവത്തോടും ഉപമിക്കാൻ പോലും പറ്റില്ല. ഇതാണ് സത്യവ്രതന്റെ അഭിപ്രായം. അതെന്ത്? അതാണ് നയൽ പ്രസാദായുധ ഭാഗലേശ മന്യേച ദേവാ ഗുരവോ ജനാ സ്വയം. എത്രയോ ഈശ്വരഭാവങ്ങൾ നമ്മുടെ ഉപാസകന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും നേടിത്തരുന്നവരിൽ അഗ്രഗണ്യന്മാരായിട്ട് ശോഭിക്കുന്നുണ്ട്. ഇതേപോലെ ഈ ഈശ്വരഭാവത്തിൽ സാധാരണക്കാരന് ഉയർന്ന പ്രേമം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനം ചെയ്യുന്നവളാണ് ഇന്ന് നമ്മൾക്കൊപ്പം ജീവിക്കുന്ന ഗുരുജനങ്ങള്. പ്രാതസ്മരണീയര് തന്നെയാണ് ഈ പറയുന്ന എല്ലാ ഗുരുക്കന്മാരും. ഈ രണ്ട് വിഭാഗം ജനങ്ങളും ജീവാത്മാക്കളായ നമ്മളോട് ചെയ്തു തരുന്ന വാത്സല്യത്തെ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന വാത്സല്യത്തിൻ്റെ ആ സ്രോതസ്സുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കിയാൽ ശ്രീഗുരുവായൂരപ്പൻ്റെ വാത്സല്യം അത് എന്തുമാത്രം വലുത്. എന്താ അതിൻ്റെ കാര്യം? അത് മനസ്സിലാക്കണം. എന്തൊന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തൊന്നാണ് നമ്മൾ പറയേണ്ടത്, എന്തൊന്നാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അത് നാം അറിയാതെ നമ്മൾ ഇരിക്കുന്ന ശ്രീഗുരുവായൂരപ്പൻ ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസമില്ലാതെ നമ്മളെ കൊണ്ട് നിരന്തരം ചെയ്യിക്കണം. എന്തുകൊണ്ട്? ആരെല്ലാമാണോ ശ്രീഗുരുവായൂരപ്പന് ഈ നിലയ്ക്ക് നമ്രാണാം സന്നിധത്തെ സതതമപിപൂര എന്നും പറഞ്ഞ് ഒന്ന് നമസ്കരിക്കുന്നത്, ആ നമസ്കരിച്ചവന്റെ ശിരസ് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ സ്പർശിക്കുന്ന തൊട്ടു മുന്നേ ശ്രീഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ താമരപ്പൂക്കളെ പോലെ ശോഭിക്കുന്ന രണ്ട് പാദങ്ങളും അങ്ങോട്ട് സമർപ്പിച്ച് ചോദിക്കും, ഇനി നിനക്ക് എന്തൊന്നാ വേണ്ടത് എന്ന് തന്നെയാണ്. ഇതുകൊണ്ടാണ് നയൽ പ്രസാദായുധ ഭാഗലേശ മന്യേച ദേവോ ഗുരവോ ജനാ സ്വയം. ഒരിക്കലും മറ്റ് ഒരു ഈശ്വര ഭാവത്തോടു പോലും ഉപമിക്കാനാവാത്ത സംരക്ഷണ ഭാവം, നിനക്ക് ഞാനുണ്ട് എന്ന സംരക്ഷണ ഭാവം പകർന്നു തരാൻ ശ്രീഗുരുവായൂരപ്പന് അധികം വാത്സല്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് ചെയ്യുന്നതെല്ലാം
കർത്തും സമേതാ പ്രഭവന്തി പുംസ തമീശ്വരം ത്വാം ശരണം പ്രപദ്യേ. അങ്ങയ്ക്ക് സന്തോഷത്തിനായി ഭവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ തന്നെ ഇന്ന് കൂടുതൽ കൂടുതൽ ശരണം പ്രാപിക്കട്ടെ. എന്നാൽ ഇന്ന് നമ്മുടെ പ്രത്യേകത അതെന്താ? നമ്മൾക്ക് ഇതൊക്കെ എത്രയൊക്കെ കേട്ടുകഴിഞ്ഞാലും ശ്രീ ഗുരുവായൂരപ്പനെ ആ നിലയ്ക്ക് ആശ്രയിക്കാനുള്ളൊരു തൻ്റെ ഇടം ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവണില്ല. എന്തേ മേപ്പത്തൂർ പറഞ്ഞതുപോലെ നിശേഷാത്മാനമേനം ഗുരുപവന പുരാധീശം ഏവ. നിശേഷാത്മാവായ ഗുരുപവനപുരത്തിൻ്റെ ഈശ്വരനെ, ഗുരുവായൂരപ്പനെ മാത്രം ഞാൻ ആശ്രയിക്കട്ടെ എന്ന് ചിന്തിക്കാൻ, അതിനനുസരിച്ച് വാക്ക് പ്രകടിപ്പിക്കാൻ, അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ നമ്മളെ കൊണ്ടാവുന്നുണ്ടോ? എന്തുകൊണ്ടായില്ല? അതിന് കാരണമുണ്ട്. അതിന് ഉത്തരം പറയുന്ന അടുത്ത ശ്ലോകത്തിൽ അതാണ്. അചക്ഷുരന്ധസ്യ യഥാഗ്രണീയകൃത തഥാ ജനസ്യാവിദോഷോ അബുധോ ഗുരു ത്വമർക്കദൃക് സർവദൃശാം സമീക്ഷണോ വൃതോ ഗുരുർന സ്വഗതിം ബുഭുൽസതാം. അതിമനോഹരമായൊരു ഉദാഹരണം. ഇന്ന് കണ്ണ് കാണാത്ത ഒരാൾ അദ്ദേഹത്തിനോട് ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നുകൊള്ളൂ എന്നും പറഞ്ഞ് മറ്റൊരു കണ്ണ് കാണാത്ത ആളെ കൈപിടിച്ചു കൊടുത്താൽ എന്തുണ്ടാവും? രണ്ടുപേരും എത്ര നടന്നാലും ലക്ഷ്യസ്ഥാനത്തെത്തലുണ്ടാവില്ല. എന്ത്? നയിക്കേണ്ടവന് കണ്ണ് കാണില്ല എന്നുള്ളതിനാൽ നയിക്കപ്പെടുന്നവൻ ഒരിക്കലും ലക്ഷ്യത്തിലെത്തുന്നില്ല. ഇതുകൊണ്ട് ഇന്നത്തെ ലോകത്ത് അനേകം ശ്രേയസ്സുകളെ കുറിച്ച് ഘോരം പ്രസംഗിക്കുന്ന ആചാര്യന്മാരെ കുറിച്ച് കേൾക്കാം. ഇവരെ കുറിച്ചാണ് പറഞ്ഞത്. എന്തൊന്നാണ് കാണേണ്ടത് എന്നത് കാണാതെ ജീവിപ്പിക്കുന്ന അത് നേതൃത്വം കൊടുക്കുന്ന ആചാര്യന്മാര്, അവരെ ഒരിക്കലും പിന്തുടരരുത്. എന്നാൽ തുടർന്ന് അങ്ങ് മഹാപ്രഭോ ഞങ്ങൾക്ക് ഗുരുവായൂർ ഭവിച്ചാൽ എന്തുണ്ടാവും? സംശയമില്ല, ശ്രീ ഗുരുവായൂരപ്പൻ നമ്മുടെ ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ദുഃഖിക്കേണ്ടവനല്ല എന്ന ഭാവത്തെ ഉണർത്താൻ ഗുരുവായൂരപ്പന് അതിയായ വാത്സല്യമുണ്ട്. നീ ദുഃഖിക്കേണ്ടവനല്ല. എന്തുകൊണ്ട്? നാരായണീയം അത്രയ്ക്ക് ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ഈ നല്ല കാലത്ത് നിനക്ക് നാരായണീയത്തെ ഒരു ശ്ലോകമെങ്കിലും നിന്റെ നാവിൻ്റെ തുമ്പിൽ നിന്ന് കൊണ്ടുവന്ന് നാരായണീയ പ്രിയനായ ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കാൻ ഭാഗ്യമുണ്ടായില്ലേ? അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ടവനല്ല എന്ന ഭാവം നമ്മളിൽ ഉണ്ടാക്കാൻ നമ്മളിൽ ശോഭിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ഈ ഗുരുവിന് മാത്രമേ അധികം വാത്സല്യമുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ ഈ നിലയ്ക്ക് ഈ കാര്യത്തിന് സ്വീകരിക്കേണ്ടത്. എന്നാൽ ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ പ്രത്യേകത ത്വമർക്കദൃക് സർവദൃശംസമീക്ഷണോ. സൂര്യനെ പോലെ അദ്ദേഹം തേജസ്വിയായി ശോഭിക്കുന്നു. മാത്രമല്ല മറ്റൊരാളെ ആശ്രയിച്ചു കൊണ്ടല്ല ശ്രീ ഗുരുവായൂരപ്പൻ ശോഭിക്കുന്നത് എന്നുള്ളതിനാൽ ഭഗവാന്റെ ശോഭയ്ക്ക്, ഭഗവാന്റെ ആ പ്രകാശത്തിന്, അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് എത്തിക്കുക എന്ന ആ ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിന് സ്വല്പം പോലും ഒരു ഇടിച്ചില്, ഒരു കുറവുണ്ടാകുന്നില്ല. എന്നാൽ തുടർന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ജനോ ജനസ്യാദിശതേ സതിം മതിം യഥാ പ്രപദ്യേത ദുരത്യയം തമ ത്വം തു അവ്യയം ജ്ഞാനമമോഹമഞ്ജസ പ്രപദ്യതേ യേന ജനോ നിജം പദം. ഇന്ന് അനേകം ആൾക്കാർ അവരാവട്ടെ ശ്രീ ഗുരുവായൂരപ്പ അങ്ങയെ മറന്നുകൊണ്ട് ജീവിക്കാൻ കാരണമാകും. അതെന്താ കാരണം? ഇവിടെ അങ്ങനെ പറയുന്നു, ഇന്ന് നമ്മൾ ഇന്നതാണ് ചിന്തിക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ വായിൽ നിന്ന് വാക്ക് കൊണ്ടുവരുന്നത്, അതിനനുസരിച്ചാണ് ഇന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുന്നത്. അതേസമയം നമ്മൾ ഒരിക്കലും ജീവാത്മാവിൻ്റെ പരമമായ ലക്ഷ്യത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിജം പദം എന്നതിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് ഇതിലേക്ക് എത്തിക്കുന്ന ഭാവം അങ്ങ് ഞങ്ങളിലേക്ക്, ചിന്തയിലേക്ക് വ്യാപിച്ചുകൊണ്ട്, ഞങ്ങളുടെ വാക്കുകളെ നിയന്ത്രിച്ചുകൊണ്ട്, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അങ്ങേക്ക് സന്തോഷമാക്കുന്ന രീതിയിൽ മാറ്റിക്കൊണ്ട്
കൊണ്ടു നടക്കണമേ. ഇതന്നെയാണ് വീണ്ടും വീണ്ടും സത്യവ്രതൻ എന്ന രാജർഷി പ്രാർത്ഥിക്കുന്നത്. ത്വം സർവലോകസ്യ സുഹൃൽ പ്രിയേശ്വരോ ഹ്യാത്മാ ഗുരുജ്ഞാനമഭീഷ്ടസിദ്ധി തഥാപി ലോകോ ന ഭവന്തമന്ധതി ജാനാതി സന്തം ഹൃദി ബദ്ധകാമാ. ഈ ലോകത്തിൽ ത്വം സർവലോകസ്യ സുഹൃത്, ആദ്യം പറഞ്ഞതാണല്ലോ ഏറ്റവും കേമം. ഈ ലോകത്തിൽ ഏറ്റവും വലിയ സുഹൃത്ത് അതാര? അത് ശ്രീഗുരുവായൂരപ്പൻ മാത്രമാണ്. സുഹൃത്ത് എന്നുള്ളതിന് സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറയേണ്ട വാക്ക് ചങ്ങാതി എന്നെ. എന്താ ചങ്ങാതിയുടെ കേമത്വം? നമുക്ക് ശ്രേയസ് ഉണ്ടായാൽ നമ്മളെക്കാൾ സന്തോഷിക്കുന്ന ആ ചൈതന്യത്തെയാണ് മലയാളി ചങ്ങാതി എന്ന പദം ഉപയോഗിച്ച് സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശ്രേയസ് ഉണ്ടായാൽ കൂടുതൽ സന്തോഷിക്കുന്നതാരാ? ഇത് സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ടുവേണം നമ്മൾ ഉത്തരം പറയാൻ. എന്ത്? ജീവിത പങ്കാളി പോലും പ്രകടിപ്പിക്കാത്ത സന്തോഷം ജീവന്റെ പങ്കാളിയായ ശ്രീഗുരുവായൂരപ്പൻ പ്രകടിപ്പിക്കുന്നത് വീണ്ടും ഗുരുവായൂരപ്പൻ ഒന്നങ്ങോട്ട് പോയി തൊഴുകുമ്പോൾ നമ്മളിൽ ഇങ്ങോട്ടുണ്ടാക്കും ഗുരുവായൂരപ്പൻ എന്ന് ഉറപ്പന്നെ. എന്ത്? ഈ ഭാവത്തിൽ നിന്നെ കാണാൻ ഞാൻ അങ്ങനെ കൊതിച്ചിരുന്നു എന്ന് പറയുന്ന ശ്രീഗുരുവായൂരപ്പന്റെ ഭാവം അതന്നെയാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞ തത്വം സർവലോകസ്യ സുഹൃൽ പ്രിയേശ്വരഃ. അത്രല്ല, ഈ നിലയ്ക്ക് ശ്രീഗുരുവായൂരപ്പനാണ് തൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ആരാധിക്കപ്പെടേണ്ടത്, സ്മരിക്കപ്പെടേണ്ടത്, ചിന്തിക്കപ്പെടേണ്ടത് എന്ന് ആരെല്ലാമാണോ സ്വീകരിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം ശ്രീഗുരുവായൂരപ്പ ആ നിലയ്ക്ക് അങ്ങ് അവരെ സംരക്ഷിക്കും ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഗുരുജ്ഞാനമഭീഷ്ടസിദ്ധി, ആ ഗുരു എന്തെല്ലാം ചിന്തകൾ ആണോ തൻ്റെ ശിഷ്യനിൽ ഉണ്ടാക്കേണ്ടത് അതെല്ലാം കൃത്യമായ സമയത്ത് ശ്രീഗുരുവായൂരപ്പനെ ഗുരുവായി സ്വീകരിച്ച ഒരു ഉപാസകനിൽ അങ്ങുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കുന്ന ഗുരുവായൂരപ്പനാവട്ടെ, നാം എന്തൊന്നാണോ ചിന്തിക്കേണ്ടത്, എന്തൊന്നാണോ ചിന്തിക്കാതിരിക്കേണ്ടത്, അത് രണ്ടും നമ്മൾ പ്രകാശിപ്പിച്ചുകൊണ്ടാണ്, ഇതേപോലെ തന്നെ നമ്മൾ എന്തൊന്നാണോ പറയേണ്ടത്, എന്തൊന്നാണോ പറയാതിരിക്കേണ്ടത് എന്ന് നമ്മുടെ വാക്കിനെ നിയന്ത്രിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ ഭഗവാന് സന്തോഷമുണ്ടാക്കുന്ന രീതിയിൽ ഇന്ന് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ നിലയ്ക്കും ശ്രീഗുരുവായൂരപ്പ എനിക്ക് അങ്ങയെ ആശ്രയിക്കുക എന്നതിലുപരി മറ്റൊന്ന് ജീവിതത്തിൽ നേടിയെടുക്കണമെന്ന് തോന്നണില്ല. അതും പറഞ്ഞ് അദ്ദേഹം നമസ്കരിക്കണു. അതാണ് തം ത്വാമഹം ദേവവരം വരണ്യം പ്രപദ്യ ഈശം പ്രതിബോധനായ ഛന്ദ്യർത്ഥദീപൈർഭഗവൻ വചോഭി ഗ്രന്ഥിൻ ഹൃദയാൻ വവൃണുസ്വമോക. തം ത്വാമഹം ദേവവരം വരണ്യം പ്രപദ്യ ഈശം പ്രതിബോധനായ. എന്തെല്ലാം ചിന്തകളാണോ ഇന്ന് ശ്രീഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന സംരക്ഷണ ഭാവത്തെ കുറിച്ച് എന്നിൽ ഉണ്ടാകേണ്ടത്, അതെല്ലാം ഉണർത്തുന്ന ഗുരുവായിട്ട് ഞാൻ അങ്ങയെ അങ്ങോട്ട് ശരണം പ്രാപിക്കട്ടെ. അത് പറഞ്ഞ് അദ്ദേഹം അന്ന് ആ മത്സ്യരൂപിയെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. തുടർന്ന് ശ്രീജഗ ബ്രഹ്മർഷി പറയണു, ഹേ പരീക്ഷിത്തെ, അങ്ങനെ മത്സ്യരൂപം സ്വീകരിച്ച ഭഗവാനാകട്ടെ അദ്ദേഹത്തിന് വിശുദ്ധ ജ്ഞാനം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണല്ലോ ഇന്ന് നമ്മൾ മത്സ്യപുരാണം എന്ന നിലയ്ക്ക് കേട്ടിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം ആ പ്രളയം കഴിയുന്ന സന്ദർഭത്തിൽ തൻ്റെ സഹധർമ്മിണിയായ ഭൂമിയെ ആ നൗക എന്ന ഭാവത്തിൽ നിന്ന് തോണിയിൽ നിന്ന് മാറ്റിവെച്ച് വീണ്ടും പഴയ പോലെ തന്നെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്നു. ആ സന്ദർഭത്തിൽ ശ്രീഗുരുവായൂരപ്പൻ എന്ന ഗുരുവിൻ്റെ ആശ്രയഭാവം എത്രയ്ക്ക് മാത്രം വലുതാണ് എന്ന് തൻ്റെ ജീവിതം വഴി കാണിച്ചു കൊടുത്ത സത്യവ്രതനെ അടുത്ത മന്വന്തരത്തിലെ, ഇപ്പോൾ നടക്കുന്ന ഈ മന്വന്തരത്തിലെ മനുവാക്കുയർത്താനുള്ള വാത്സല്യം കൂടി ഭഗവാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് ആ വൈവസ്വത മനുവായിട്ട് സത്യവ്രതൻ ഭഗവാൻ മത്സ്യമൂർത്തിയാൽ അന്ന് ഉയർത്തപ്പെട്ടത്. എന്നാലോ നമ്മളിവിടെ
പറയലുണ്ടായി ഏത് വിധത്തിലുള്ള പ്രളയമാണ് എന്ന് ആചാര്യന്മാർക്ക് സംശയമുണ്ടായി എന്ന്. ഏത് പ്രളയമായാലും ഉറങ്ങുന്ന ബ്രഹ്മാവിന്റെ മുഖത്ത് അതിൽ നിന്ന് ആ വേദമാതാക്കളെ അപഹരിച്ചു കൊണ്ടുചെന്ന ഹയഗ്രീവൻ എന്ന അസുരനെ മത്സ്യമൂർത്തി വധിക്കണു. തുടർന്ന് എല്ലാ നിലയ്ക്കും വേദങ്ങൾക്ക്, വേദമാതാക്കൾക്ക് ഒരിക്കലും ഒരു നാശം ഉണ്ടാവരുത് എന്ന നിലയ്ക്ക് അദ്ദേഹം സംരക്ഷിച്ചു. ഇതുകൊണ്ടാണ് ഇന്ന് എല്ലാം കല്യകന്മഷങ്ങൾ ഈ ലോകത്തിൽ നടന്നിട്ടും വേദത്തിന് മാത്രം ഒരു നാശവും ഉണ്ടാകുന്നില്ല. വേദം പഠിക്കേണ്ടവര് പഠിക്കുന്നില്ല, വേദം പഠിപ്പിക്കേണ്ടവര് പഠിപ്പിക്കുന്നില്ല, യാഗം ചെയ്യുന്നവര് ചെയ്യുന്നില്ല എന്നിങ്ങനെ നമ്മൾ പരസ്പരം വിലപിക്കണു. പക്ഷെ ആ വിലപിക്കുന്ന സന്ദർഭത്തിലെല്ലാം ഈ ഹയഗ്രീവ മൂർത്തിയായി ശോഭിച്ച ഭഗവാൻ വേദത്തെ ഉദ്ധരിച്ചപ്പോൾ എന്തുണ്ടായി? വേദത്തിന് എല്ലാ നിലയ്ക്കും സംരക്ഷണം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട്? അതിന് ഒരു ഉദാഹരണം മാത്രം പറയാം, ഒറ്റ മിനിറ്റ് കൂടിയിട്ട്. അതെന്ത്? നമ്മൾ ഇന്ന് നാരായണീയം വായിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ കാണാം പാഠഭേദത്തെക്കുറിച്ച് പറയുന്നത്. എങ്കിൽ ഇന്ന് ഈ ശ്രീമദ് ഭാഗവത മൂലത്തിനും പാഠഭേദത്തെ കുറിച്ചിട്ടുള്ള ചില വിവരണങ്ങളൊക്കെ അതിൻ്റെ അടിഭാഗത്ത് കൊടുത്തത് കാണാം. എന്നാൽ ഇന്നേ വരെ വേദത്തിന് ഒരു പാഠഭേദം നിശ്ചയിക്കാനോ നിയന്ത്രിക്കാനോ ക്രമപ്പെടുത്താനോ ഒരു വേദപണ്ഡിതനും ആകുന്നില്ല. എന്തുകൊണ്ട്? വേദാനുദ്ധരത്തെ, വേദത്തെ ഉദ്ധരിച്ച മത്സ്യമൂർത്തി ഈ നിലയ്ക്ക് അദ്ദേഹത്തിന്, ഈ വേദമാതാക്കൾക്ക് ഒരു പൂർണ്ണമായ ഭാവത്തെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിലയ്ക്ക് ഒരു മാറ്റം അതിനുണ്ടാകുന്നില്ല എന്ന് തന്നെ. തുടർന്ന് മഹാപ്രഭു തൻ്റെ മത്സ്യാവതാരത്തിൻ്റെ പ്രയോജനത്തെ പൂർത്തിയാക്കി. ഇത് കേട്ടുകഴിഞ്ഞ പരീക്ഷിത്ത് മഹാരാജാവിന് കാര്യം മനസ്സിലായി. എന്തിനാണ് മത്സ്യം എന്ന് പറയുന്ന രൂപത്തെ ശ്രീഗുരുവായൂരപ്പൻ സ്വീകരിച്ചത്? രണ്ടാവശ്യത്തിന്. ആദ്യത്തേത് വേദത്തെ ഉദ്ധരിക്കല്, രണ്ട് സത്യവ്രതൻ എന്ന രാജർഷിയുടെ വാക്കിലൂടെ ശ്രീഗുരുവായൂരപ്പനെ ഗുരുനാഥനായി സ്വീകരിച്ചാലുണ്ടാകുന്ന ആ ആചാര്യഭാവത്തിന്റെ ഗരിമ നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരില്ല തന്നെ. ഇത് ബോധ്യപ്പെട്ട പരീക്ഷിത്ത് മഹാരാജാവ് തുടർന്ന് അദ്ദേഹത്തിന്റെ ഗുരു ശ്രീശുക ബ്രഹ്മർഷിയുടെ സാന്നിധ്യത്തിൽ ആ മത്സ്യ രൂപിയെ നമസ്കരിച്ചതാണ്. പ്രളയപയസിധാതുസുപദശക്തേർമുഖേഭ്യശ്രുതിഗണമപനീതം പ്രത്യുപാദത്തഹത്വാ ദിദജമഗദയദ്യോ ബ്രഹ്മസത്യവ്രതാനാം തമഹമഖിലഹേതും ജിംഹമീനം നതോസ്മി. ആ നിലയ്ക്ക് നമുക്കും ഇന്ന് വേദങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ശ്രീഗുരുവായൂരപ്പൻ്റെ ഗുരുഭാവത്തെ പ്രകടിപ്പിച്ച ഈ മത്സ്യ അവതാരം നമുക്കും വളരെ ഭക്തിഭാവത്തെ ഉണ്ടാക്കിത്തരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീഗുരുവായൂരപ്പൻ മാർഗത്തിൽ സമർപ്പിക്കാം. ശ്രീഗുരുവായൂരപ്പനെ എല്ലാ സന്ദർഭത്തിലും ഗുരുനാഥനായി സ്വീകരിച്ചുകൊണ്ട് ആ ഗുരുവിൻ്റെ വാത്സല്യം നമ്മൾക്ക് സ്വീകരിക്കാൻ സാധിക്കാൻ, ഗുരുവായൂരപ്പൻ്റെ നാമം ജപിക്കാൻ സാധിക്കണമെന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ശ്രീമദ് ഭാഗവത സബരിയയിൽ പങ്കെടുത്ത എല്ലാ ഭാഗവത ഉപാസകന്മാർക്കും പ്രത്യേകം ഈ ഉള്ളവൻ്റെ എളിയ നമസ്കാരത്തെ കൂടി സമർപ്പിക്കട്ടെ.